So children, today we will learn about vitamins first, okay? So what do you mean by how vitamin helps our body? Vitamin help in protecting our body against what? Disease. നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി പവർ തരുന്നതാണ് വൈറ്റമിൻസ്. ഓക്കെ, നമ്മളെ രോഗപ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗപ്രതിരോധ ശക്തി നമ്മുടെ ബോഡിക്ക് നൽകുന്നതിൽ വൈറ്റമിൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻസ് ഹെൽപ്പ് ഇൻ പ്രൊട്ടക്ടിങ് അവർ ബോഡി അഗെയിൻസ്റ്റ് ഡിസീസസ്. ആസ് യു ഓൾ നോ, വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ കുറെ ഉണ്ടല്ലേ. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ കെ, വൈറ്റമിൻ B12, അങ്ങനെ പല പല വൈറ്റമിൻസ് ഉണ്ട് അല്ലേ. സോ വൈറ്റമിൻസ് ഓൾസോ ഹെൽപ്പ് ഇൻ കീപ്പിംഗ് അവർ ഐസ്, ബോൺസ്, ടീത്ത് ആൻഡ് ഗംസ് ഹെൽത്തി. ഓക്കെ, വൈറ്റമിൻ നമ്മുടെ ബോഡിയെ ഡിസീസിനെ എതിരെ പ്രിവെന്റ് ചെയ്യുന്നു. ദെൻ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കണ്ണിനും നമ്മുടെ എല്ലുകൾക്കും പല്ലിനും ഗമ്മിനും ഒക്കെ ഹെൽത്ത് വേണമെന്നുണ്ടെങ്കിൽ വി നീഡ് വൈറ്റമിൻസ് ഇൻ അവർ ബോഡി. ക്ലിയർ? So vitamins are of different kinds. As I already told you, vitamins പല വിധത്തിലുണ്ട്. എന്തൊക്കെയാണ്? വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, വൈറ്റമിൻ ബി കോംപ്ലക്സ്. ഇതൊക്കെ സം ഓഫ് ദ വൈറ്റമിൻസ്. ഓക്കെ, സോ അവർ ബോഡി നീഡ്സ് ഓൾ ടൈപ്പ് ഓഫ് വൈറ്റമിൻസ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. നമ്മുടെ ബോഡിക്ക് എല്ലാ വൈറ്റമിനുകളും സ്മോൾ എമൗണ്ടിൽ നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ട്. Okay, so vitamin A, how it helps? Vitamin A keeps our skin and eyes healthy. നമ്മുടെ കണ്ണിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ A. Okay, it also keeps our skin and skin healthy. Okay, apart from eyes, vitamin A keeps our skin healthy. Okay, then vitamin C. Vitamin C എന്താണ് ചെയ്യുന്നത്? It helps body to fight against many diseases. ഓക്കെ, നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും നമ്മുടെ ഇപ്പം കൊറോണയുടെ ടൈമില് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യു നീഡ് ടു ഹാവ് വൈറ്റമിൻ സി. നിങ്ങൾ യൂട്യൂബിലൊക്കെ ഇപ്പോൾ കുറെ കണ്ടിട്ടുണ്ടാവും. വൈറ്റമിൻ സി ആണ് നിങ്ങളുടെ ബോഡിക്ക് രോഗപ്രതിരോധ ശക്തി തരുന്നതെന്ന്. ഓക്കെ, സോ വൈറ്റമിൻ സി ഹെൽപ്സ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് മെനി ഡിസീസസ്. ഓക്കെ, ദെൻ വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ഹെൽപ്സ് അവർ ബോഡി ടു യൂസ് കാൽഷ്യം ഫോർ ബോൺസ് ആൻഡ് ടീത്ത്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമുക്ക് വൈറ്റമിൻ ഡി ബോഡിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കാൽഷ്യം നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യുകയുള്ളൂ. ഓക്കെ, നമ്മള് ബോൺ ഹെൽത്തിനും ടീത്തിന്റെ ഹെൽത്തിനും കാൽഷ്യം ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ന്യൂട്രിയൻ. ഓക്കെ, സോ ആ കാൽഷ്യം നമ്മുടെ ബോഡിയിൽ ഉണ്ടായാൽ മാത്രം പോരാ, നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? വൈറ്റമിൻ ഡി ആവശ്യമാണ്. വൈറ്റമിൻ ഡി ഇല്ലാന്നുണ്ടെങ്കിൽ ബോഡിയിലേക്ക് കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പം എല്ലിനൊക്കെ പ്രശ്നമായിട്ട് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഡോക്ടർ വിൽ സജസ്റ്റ് യു ടു ഡു ദ കാൽഷ്യം ടെസ്റ്റ്. പക്ഷെ കാൽഷ്യം ടെസ്റ്റ് മാത്രമല്ല ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുക. അപ്പാർട്ട് ഫ്രം ദാറ്റ് കാൽഷ്യത്തിന്റെ കൂടെ വൈറ്റമിൻ ഡിയും ടെസ്റ്റ് ചെയ്യാൻ പറയും. ഓക്കെ, എന്തിനാണ്? കാൽഷ്യം നമ്മുടെ ബോഡിയിൽ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷേ വൈറ്റമിൻ ഡി ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? കാൽഷ്യം നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യില്ല. സോ വൈറ്റമിൻ ഡി ഈസ് വെരി എസെൻഷ്യൽ for our body to absorb calcium for our bones and teeth. Okay, so here you can see vitamin A, vitamin C rich foods. Okay, so vitamin A എന്തൊക്കെയാണ് തരുന്നത്? Its main source is carrot it contains lot of vitamin A. പിന്നെ milk and milk products ലുണ്ട്, എഗ്ഗിലുണ്ട്, ബ്രോക്കലി, പാപ്പയ, ഫിഷിൽ it contains lot of vitamin A. Okay, then it is vitamin C. So you can see lot of fruits containing vitamin C. The main source of vitamin C is orange. Okay, നിങ്ങളിപ്പം ഓറഞ്ചിനകത്താണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത്. ഓറഞ്ച്, ലെമൺ അതുപോലത്തെ ഐറ്റംസിലൊക്കെ. സോ പിന്നെ then you can see പപ്പായയിലുണ്ട്, ഗ്രേപ്സിലുണ്ട്, then leafy vegetables, then പൈനാപ്പിളിലുണ്ട്. You can see. So vitamin C യുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് you can say fruits, variety of fruits containing lot of vitamin C. Then we studied about vitamin D. Vitamin D എന്തൊക്കെയാണ് തരുന്നത്? ഏതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ചീസ്, then mushroom, then eggs. But apart from the food, as you all know, other source of vitamin D എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സൺലൈറ്റ്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വെയിൽ കൊള്ളണമെന്ന് നിങ്ങൾക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. കൊച്ചുകുട്ടികളെ എസ്പെഷ്യലി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെയിൽ കാണിക്കാൻ വേണ്ടി മോർണിംഗിലെയും ഈവനിങ്ങിലെയും, നോട്ട് ഇൻ ദ ഡേ ടൈം,
മോർണിംഗ് ബിഫോർ 8 o'clock വെയിലും ആഫ്റ്റർ 6 o'clock വെയിലും കുറച്ച് നമ്മുടെ ബോഡിക്ക് കൊള്ളാൻ പറയുന്നുണ്ട്. എന്തിനാണ്? ആ സൺലൈറ്റിൽ നിന്ന് നമ്മുടെ ബോഡി കുറച്ച് വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, സോ ദ ബോഡി അവർ ബോഡി ബിൽഡ്സ് വൈറ്റമിൻ ഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റ്. സോ അതിനാണ് നമ്മൾ ഫുഡിൽ നിന്നല്ലാതെ നമുക്ക് വേറെ എവിടെ നിന്നാണ് സൺലൈറ്റ് കിട്ടുന്നത്? ഫ്രം vitamin D. Okay, then we will see the next thing, that is mineral, next nutrient. Okay, so minerals are needed by our body in small amounts, like similar to vitamins. മിനറൽസും നമ്മുടെ ബോഡിക്ക് സ്മോൾ എമൗണ്ടിൽ ആവശ്യമുണ്ട്. വാട്ട് ആർ ദ മിനറൽസ്? മിനറൽസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? അയൺ, ഫോസ്ഫറസ്, കാൽഷ്യം, മെഗ്നീഷ്യം, സിങ്ക്, ഇതൊക്കെയാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നീഡഡ് ബൈ അവർ ബോഡി ഇൻ സ്മോൾ എമൗണ്ട്സ്. So each one is essential for proper growth of body and to maintain good health. So ഇതെല്ലാം ഒരു പ്രപ്പോർഷനിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കണം in small amounts. So that will help for the proper growth of the body and to maintain good health. So മിനറൽസിൽ ഒരെണ്ണം, one of the mineral is iron. നിങ്ങൾക്ക് അറിയാം അയൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ഉള്ള ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലെ. എച്ച് ബി ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് we need to have iron in our body. സോ അയണിന്റെ റിച്ച് സോഴ്സ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് അറിയാം, ചീര, ലൈക്ക് ലീഫി വെജിറ്റബിൾസ് അല്ലെ, ഇലയുള്ള വെജിറ്റബിൾസ് എല്ലാം ഈസ് എ റിച്ച് സോഴ്സ് ഓഫ് അയൺ. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് ദെൻ ഓട്സിലുണ്ട്, കാഷ്യൂനട്ട്സിലുണ്ട്, ബട്ട് വെജിറ്റബിൾസ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് അയൺ റിച്ച് ഫുഡ്. ദെൻ അതർ ദാൻ നെക്സ്റ്റ് ഇൻ ന്യൂട്രിയന്റ് ഈസ് ലൈക്ക് ഫോസ്ഫറസ്. ഫോസ്ഫറസ് എന്താണ്? സീ ഫുഡ് ലൈക്ക് ചില ഫിഷിലും നട്ട്സിലും ഒക്കെ ഇറ്റ് കണ്ടെയ്ൻസ് സ്മോൾ എമൗണ്ട് ഓഫ് ഫോസ്ഫറസ്. Then we will see what next? Calcium. കാൽഷ്യത്തിന് നിങ്ങൾക്ക് അറിയാം, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് കാൽഷ്യം അല്ലേ. നിങ്ങളുടെ പല്ലിന്റെ എല്ലിന്റെ ഹെൽത്തിന് വേണ്ടി യു നീഡ് ടു ഹാവ് ഡെയിലി 1 glass ഓഫ് മിൽക്ക്. ഐദർ മിൽക്ക് ഓർ മിൽക്ക് പ്രോഡക്ട്സ്, തൈര്, വെണ്ണ, അതുപോലത്തെ ഐറ്റംസ് കഴിച്ചാലും മതി. ബട്ട് മിൽക്ക് ഈസ് ദ മേജർ സോഴ്സ് ഓഫ് കാൽഷ്യം. Okay, so we studied about iron, phosphorus, calcium. These are the main minerals. Apart from that, zinc, magnesium, angane chariya where other minerals are also there, which are needed by our body in very small amount. Okay, so today we studied about what? Vitamins and minerals. Okay, vitamins in general help in protecting our body against what? Diseases in general. Okay, so there are vitamin A, vitamin C, vitamin D, vitamin E, K, and vitamin B complex. Okay, so vitamin A is needed for skin and eye health. Vitamin C helps to fight against many diseases. That is, it gives immunity power to your body. Okay, vitamin D എന്തിനാണ്? It helps. It gives health for your bones and teeth. നിങ്ങളുടെ പല്ലിന്റെ എല്ലിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് we need vitamin D. Then we studied about what? Minerals, which is needed by our body in very small amounts. So what are the minerals? Iron, phosphorus, calcium. These are the main minerals needed by our body. Okay, so now I'll share you one video.
Monster Math presents Counting to 10. Okay, class, let's count these munchkins together. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Great job! Protective food, vitamins and minerals. Ravi, you did not finish your lunch. I don't like to eat green vegetables. Okay, from tomorrow I will not give you any green vegetables. Mom, I couldn't win the first prize because of my illness. Son, I have already told you to eat green vegetables, pulses and fruits, as they give us vitamins and minerals and protect us from diseases. Oh, was this the reason? Okay, Mom. Now onwards, I will always eat green vegetables, pulses and fruits. And next year, I will definitely win the first prize. Green vegetables, fruits and pulses give us vitamins and minerals and constitute the protective food. Apart from the energy-giving food and body-building food, we also require protective food in our diet. This type of food protects us from deficiency diseases, vitamins and minerals. These are called protective food. There are 6 types of vitamins. These are vitamin A, vitamin B, vitamin C, vitamin D, vitamin E, and vitamin K. There are several types of minerals, such as calcium, phosphorus, sodium and potassium, fluorine, iodine, and iron. Vitamin A helps our eyes and skin healthy. Sources of vitamin A are carrot, tomato, green leafy vegetables like spinach, yellow fruits, milk, butter, and fish liver oil. Vitamin B helps in releasing energy and in the formation of red blood cells. Sources for vitamin B are cereals, peas, potatoes, yeast, meat, and milk. Vitamin C keeps our teeth, gums, and bones healthy. Sources for vitamin C are citrus fruits like lemon, orange, tomato, and sprouts. Vitamin D helps in the formation of strong bones and teeth. Sources: sunlight, milk, fish, and egg. Vitamin E keeps our body and skin healthy. Sources for vitamin E are peas, milk, eggs, and nuts. Vitamin K helps in blood clotting. Sources. So children, I hope it's clear. Vitamin E, vitamin